ഓം പരാശക്തി നമ. 1985 പാരീസ്. ഒരു യുവതി തീവണ്ടി യാത്രയിൽ. സമീപം ഇരുന്നവരുടെ സംഭാഷണം യുവതി ശ്രദ്ധിച്ചു. അവരിലൊരാൾ പറഞ്ഞു, നാം എല്ലാം ഈശ്വരൻ തന്നെ, പക്ഷെ നാം അത് അറിയുന്നില്ലെന്ന് മാത്രം. കൗതുകത്തോടെ യുവതി അവരുടെ കാര്യങ്ങൾ തിരക്കി. അങ്ങനെ അവർ അന്ന് ആദ്യമായി ഭാരതത്തിലെ മഹത്തായ ദർശനമറിഞ്ഞു. നിസർഗദത്ത മഹാരാജിൻ്റെ ഐ ആം ദാറ്റ് എന്ന പുസ്തകം വായിച്ചു. ഇനി എങ്ങനെ തനിക്ക് ഇതൊക്കെ പരിശീലിക്കാൻ കഴിയുമെന്നായി യുവതിയുടെ ചിന്ത. ഒരു ദിവസം യോഗമാസിക കണ്ടു. അതിലൊരു പരസ്യം. ഭാരതത്തിൽ ഒരു മഹതി യൂറോപ്പിൽ വരുന്നുണ്ടത്രേ. പടം കണ്ടതും അമ്മയെ കാണുന്നുമുള്ള ഉത്കടമായ ആഗ്രഹം അവരിൽ ജനിച്ചു. അങ്ങനെ അമ്മ ദർശനം കൊടുക്കുന്ന സ്ഥലത്ത് അവർ ചെന്നു. അമ്മ വേദിയിൽ വന്ന ഉടൻ തന്നെ ധ്യാനിക്കാൻ ആരംഭിച്ചു. അതോടെ ജനം നിറഞ്ഞ ഹാൾ പരിപൂർണ നിശബ്ദയിലായി. അമ്മയുടെ തിരുസാന്നിധ്യം കൊണ്ട് മാത്രം അന്തരീക്ഷം മുഴുവനായി മാറിയത് അവർ അനുഭവിച്ചു. പിന്നീട് ദർശനവേളയിൽ അമ്മയുടെ ആശേഷത്തിൽ നിൽക്കവേ യുവതിയുടെ മനം മന്ത്രിച്ചു, എത്തേണ്ടിടത്ത് ഞാനെത്തി, നമഃശിവായ. ഈശ്വരനെക്കുറിച്ചുള്ള വാർത്ത നമ്മുടെ കാതിലിടുന്നതും ആഗ്രഹം ജനിപ്പിക്കുന്നതും ഈശ്വരനരികിൽ എത്തിക്കുന്നതും അമ്മ തന്നെ. നാമെല്ലാം അങ്ങനെയാണ് ആ തിരുസന്നിധിയിൽ എത്തിയത്. പിന്നെന്തിന് നാളെക്കുറിച്ച് വ്യാകുലപ്പെടണം? അമ്മയുടെ പദ്ധതിക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങട്ടെ. അത് സ്വീകരിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകട്ടെ.